പ്രായം എത്രയും കുറയ്ക്കണം. 55 54 ആക്കിയാലും കുഴപ്പമില്ല. എന്തോരം പേരാണ് പഠിച്ച് അഭ്യസ്തരായിട്ട് ജോലിയില്ലാതെ. കുറച്ചാലും കുഴപ്പമില്ലല്ലേ? വളരെ ഒരു തെരുവിലിറങ്ങും. നേരത്തെ പുള്ളി സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു ഈ പെൻഷൻ പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ സർക്കാരിന് ലാഭം വരും. അത് ഒരു കണക്കിലെ തരികിട മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ട വലിയ ഗ്രാറ്റുവിറ്റും ഇതൊക്കെ ഉണ്ട്. അത് അതിന്റെ സർക്കാരിന്റെ ആഘാതം കുറയുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ വേണ്ടിയില്ലല്ലോ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും സാലറി എടുത്ത് നോക്കുമ്പോൾ ഗവൺമെന്റ് ലാഭമാണ് അതുകൊണ്ട് ഉണ്ടാകുമ്പോൾ ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്ക് അത്ര സാലറി കൊടുക്കണ്ട. അപ്പൊ ആ പറയുന്ന വാദമൊന്നും ഗണ്ണിക്കപ്പെടില്ല. സ്വാഭാവികമായിട്ടും സർവീസ് സംഘടനകളുടെയും എല്ലാവരുടെയും സമ്മർദ്ദമൊക്കെ ഉള്ളത് കൊണ്ട് അത്തരം കണക്കുകളൊക്കെ ഇനി വരും. ഇനി രണ്ടാമത്തെ പ്രശ്നം, നേരത്തെ പറഞ്ഞു ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിൽ എന്തോ കുതിച്ചുചാട്ടം നടത്തി എന്നൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് 1969 സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇന്നും ആരോഗ്യ വകുപ്പിലുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പല പ്രവർത്തനം അവതാളത്തിലാവാൻ കാരണം അവിടെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും അതേപോലെ തന്നെ പ്രാഥമിക ഹെൽത്ത് സെന്ററിലേക്ക് കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ ഒന്നും നിയമനം നടത്താതെ ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ പച്ച നുണ പറഞ്ഞ് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അങ്ങനെ ഒരു പുതിയതായിട്ടൊരു നിയമനം നടന്നതായിട്ടൊന്നും ഒരു കണക്കും നമ്മുടെ കയ്യിലില്ല. മറ്റൊരു കണക്കുണ്ട്. അല്ല പറഞ്ഞേട്ടെ, മറ്റൊരു കണക്കുണ്ട്. 2018 എല്ലാ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളും സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നടത്തുകയാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട ഒഴിവുകൾ നികത്തണമെന്നും പറഞ്ഞിട്ട് ആ കേസ് ഇപ്പോഴും നിലനിന്നു.